ഇപ്പോൾ ജനറേഷനിൽ ജിമ്മ് വർക്കൗട്ട് അതുപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 86% എബോവാണ് ഇതിൻ്റെയൊക്കെ ഗ്രാഫ് കാണിക്കുന്നത്. അത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ. ഇസ്ലാമിൽ എങ്ങനെയാണോ അതിൻ്റെ കാഴ്ചപ്പാട്? ഇസ്ലാമൊക്കെയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. റസൂലുള്ളാഹ് റുക്കാന എന്ന് പറയുന്ന ഒരാളെ ഇസ്ലാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് മൂപ്പര് വലിയ റെസ്ലർ ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹ് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് മൂപ്പര് ചലഞ്ച് ചെയ്ത് എന്നെ തോപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹ് ഓക്കെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അതിന് 3 അറ്റംപ്റ്റും റസൂലുള്ളാഹ് വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആക്കി റുക്കാൻ ഇസ്ലാമിനെ സ്വീകരിച്ചു. ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രമല്ല, ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാലും 313 പേരാണ് 1000 പേരെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് സിമ്പിളായിട്ട്. കാരണം മാത്രമല്ല, അവരെ നോമ്പ് നോറ്റിട്ടാണ്. അവരടുത്ത് വെപ്പൺസ് വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ചെറിയൊരു സംഘം വലിയൊരു സംഘത്തെ കീഴ്പ്പെടുത്തി. അതുപോലെ ഇഷ്ടംപോലെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇവരിൽ ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു ഇന്നർ പവർ ഉള്ളത് പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഈ വിഷയം എൻ്റെ മൈൻഡിൽ നിന്ന് കുറേ കാലമായി കിടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇവർക്കൊരു ഇന്നർ പവറും കൂടി എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഇതിലിങ്ങനെ നടക്കുന്ന സമയത്താണ് റീസെൻ്റ് 2 മാഗസിൻ വായിച്ച്. അതിൻ്റെ പേരെന്ന് വെച്ചാൽ സത്യസന്ദേശം എന്ന് പറയും. അതിൻ്റെ കവർ പേജിലെ കോട്ടിങ്സ് ഇപ്പോഴും എൻ്റെ മൈൻഡ് സ്റ്റോറാണ്. അതായത് ബദരീങ്ങളാക്കിയത് തൗഹീദ് കൊണ്ടാണ്, വിജയമാർഗം സ്വീകരിച്ചവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. ഈ 2 കോട്ടിങ്സും എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അവർക്ക് ആ കാലഘട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങൾ ലീഡറായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിൽ അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണ്, അങ്ങനെ ഒരു പവർഫുൾ ലീഡർഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കോട്ടിങ്സ് ഉണ്ടല്ലോ, അത് ആ ടൈപ്പുള്ള റസൂലിനെ പോലത്തെ ലീഡേഴ്സിൻ്റെ കോട്ടിങ്സ് ആണത്. അതായത് റസൂലിനെ കൊടുത്ത ആ ഈമാൻ്റെ പവർ ഉണ്ടല്ലോ, ആ പവർ ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇസ്ലാം എന്നുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഖുത്ബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന മഹാനാണ് അവരുടെ ലീഡർ. പിന്നെ അതിനുശേഷം അവരുടെ മകൻ ഡോക്ടർ നൈബ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ എന്ന് പറയുന്ന ലീഡറിലേക്ക് അതിൻ്റെ ഹാൻഡ് ഓവർ ചെയ്തു അവരുടെ ഡ്യൂട്ടി. അവരെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്ന സമയത്ത് റസൂലിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു സ്വഹാബാക്കൾ, ആ ടൈപ്പ് എനർജിയാണ് അവരെന്താക്കുന്നത്, അവരെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഫേമസ് പാട്ടുണ്ടല്ലോ, സാസോം കി മാലാപ്പെ സിമറൂമെ പീക്കാനാം, ആ പാട്ടൊക്കെയും ഈ ടൈപ്പ് എനർജീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഷെയ്ഖ് കൊടുക്കുന്ന ഒരു എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ 24 അവറും റസൂലുള്ളാഹിനെ അവരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാനുള്ള ഒരു എബിലിറ്റിയാണ് ഇവർ കൊടുക്കുന്നത്. അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂല ഷെയർ ചെയ്ത അതേ എക്സ്പീരിയൻസ് ഇപ്പോഴും അൺസ്റ്റോപ്പബിളായിട്ട് ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാകുന്ന വെച്ചാൽ ഇതൊരു ഹ്യൂമൻ കൺട്രോളേ അല്ല, അതാണ് ഇതിൻ്റെ അത്ഭുതം. ഇതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു പവർ ഉള്ളതുകൊണ്ട്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു കൺട്രോൾ ആണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രൂത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.